ഹലോ മുത്തുമണികളെ, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോകുന്ന തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കുക, ഇന്നത്തെ ഫുഡുകളും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. പിന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റും കൂടെ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടാൻ മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നതാണ്, ഒന്ന് കൂടണം കേട്ടോ. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇന്ന് വെച്ചാൽ ചിക്കൻ പൊരിച്ചതും എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീര ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നത്. ചീര ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും തയ്യാറാക്കി വെച്ചാണ് കേട്ടോ. പിന്നെ ചേനക്കറി, പുളിങ്കറി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ കട്ട് ചെയ്ത് തരാം കേട്ടോ. എനിക്കെന്താ അറിയില്ല, ചേന കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈക്ക് ഫുള്ള് ചൊറിച്ചിലായിരിക്കും. പിന്നെ എൻ്റെ ഉമ്മാക്ക് കൊണ്ടിട്ട്, പിന്നെ ഉമ്മമാർ പറഞ്ഞാൽ പിന്നെ എല്ലാം അതൊന്നും വിഷയമല്ലാന്ന് വെച്ച് എല്ലാം ചെയ്യുന്ന ആളുകളാണല്ലോ. അതുകൊണ്ട് തന്നെ ഉമ്മ അതൊക്കെ കട്ട് ചെയ്തു. ഞാനിതാ കറി വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരു ചേനൻ്റെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു ചേനൻ്റെ പകുതി ഭാഗമാണ്. പിന്നെ അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, കുറച്ച് എന്താ പറയുക, കുറച്ച് ഉപ്പ് കേട്ടോ. ഒരു ശകലം ഉപ്പ്, ഒരുപാട് ഇടണ്ട. പിന്നെ നമുക്ക് കറിയെല്ലാം ആയതിന് ശേഷം തേങ്ങയൊക്കെ അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഇതാ കായത്തിലേക്ക് ചിക്കൻ പൊരിക്കാണ്ടല്ലോ, അതിലേക്ക് കായം റെഡിയാക്കാനുള്ള വെളുത്തുള്ളിയും ഇതൊക്കെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പേസ്റ്റ് ചെയ്തു. ഞാൻ ഇതാ കായം റെഡിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ, ചിക്കൻ പൊരിക്കാനുള്ള. അപ്പോൾ ഞാനിതെല്ലാം ഇട്ടു. ഞാനിതിൽ എന്താ പറയുക, മുളക് പൊടിക്ക് നല്ല കളറുണ്ട്. നിങ്ങൾ വിചാരിക്കണ കളറ് ചേർക്കണം എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നമ്മുടെ കാശ്മീരി ചില്ലില്ലേ, അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കളറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഈടായിട്ട് വീട്ടിലിപ്പോൾ അതാണ് കേട്ടോ, ആ മുളക് പൊടി യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ശകലം മഞ്ഞൾപ്പൊടി ഇട്ടു, 1 സ്പൂൺ കേട്ടോ. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗരം മസാല പിന്നെ മസ്റ്റാണല്ലോ, ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇട്ട് കൊടുത്ത് നന്നാക്കി മിക്സ് ചെയ്ത് ഞാൻ കായൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഇടാറുണ്ടോ എനിക്കറിയില്ല, ഞാനിതിലേക്ക് വിനാഗിരി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കോഴിമുട്ട ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോ. അതായത് ചിക്കൻ പൊരിക്കുന്നതിൽ കോഴിമുട്ട ചേർത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചില ആളുകൾക്ക് അയ്യേന്നുണ്ടാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് നല്ല വലിയൊരു തക്കാളിയാണ് കേട്ടോ, പുളിക്ക് വേണ്ടി ഞാൻ വലിയൊരു തക്കാളി കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. നല്ലൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണാം ലാസ്റ്റ്. ഒരുപാട് വേണ്ട. ഞാൻ വിനാഗിരി ആട്ടോ യൂസ് ചെയ്യാറുള്ളത്, പക്ഷേ വിനാഗിരി ഇല്ലാത്തത് കൊണ്ട് തന്നെ തക്കാളി ആട്ടോ യൂസ് ചെയ്തത്. അപ്പം നല്ലൊരു തക്കാളി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് കോഴിമുട്ട, ഒരു കോഴിമുട്ടയാണ് കേട്ടോ പിന്നെ യൂസ് ചെയ്യുന്നത്. ഒരുപാട് വേണ്ട, ഞാൻ കുറച്ച് അത്യാവശ്യം ചിക്കൻ ഉണ്ട്. അപ്പോൾ ഒരു കോഴിമുട്ട, അത് നല്ല സെറ്റാക്കുക, മസാലയൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ടാട്ടെ കോഴിമുട്ട യൂസ് ചെയ്യണത്. പിന്നെ മസാല എന്താ പറയുക, നല്ല സെറ്റായി കിട്ടും. നമ്മൾ വെളിച്ചെണ്ണയിൽ ഇടുന്ന സമയത്ത് നല്ല മുരിയർത്തും നല്ല സെറ്റായി കിട്ടും കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലാണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു കോഴിമുട്ടൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല സ്മെല്ലാണ്. ഇത് കായം തേക്കുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾക്ക് പൊരിക്കണ മുൻപ് തന്നെ നല്ല സ്മെല്ല് ഇങ്ങനെ വരും. പൊരിക്കുമ്പോൾ അതിലേറെ നല്ല സ്മെല്ലാണ്. ആ സ്മെല്ലിങ്ങനെ വരുമ്പോൾ വെറുതെ ഇങ്ങനെ ചിക്കൻ എടുത്ത് കഴിക്കാനുള്ള കൊതിയും വരും കേട്ടോ. ഇത് നമ്മുടെ ഏകദേശം ഇവിടെ ചിക്കന് കായൊക്കെ സെറ്റായി കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ, അങ്ങനെ കഴിക്കാൻ തോന്നും. പിന്നെ ഞാനിതാ പുളിങ്കറിക്കുള്ള തേങ്ങയാണ് കേട്ടോ മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഒരു മുറി തേങ്ങയാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, കുറച്ച് ശർക്കര വെള്ളം കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട. ഒരുപാട് വെള്ളം നമുക്ക് ഈ പുളിങ്കറിയിൽ വെള്ളം അധികം യൂസ് ചെയ്യൂല, നീണ്ടു പോകും. അപ്പോൾ കുറച്ച് വെള്ളവും ചേർത്തിട്ട് അതിനാ ഒരു തേങ്ങയ്ക്ക് ഒപ്പം എന്നുള്ള രീതിയിൽ വെള്ളവും ചേർത്തിട്ട് നന്നാക്കി അടിച്ചെടുക്കുക. പിന്നെ പുളി ഇട്ടാൽ പുളി അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് തൈര് ഒഴിക്കാം കേട്ടോ, പക്ഷെ ഞാൻ തൈരല്ല, പുളിയാണ്. ഒരു പിടി ഞാനിപ്പോൾ കാണിച്ചു തന്നില്ല, എൻ്റെ കയ്യിൽ ഒരു പിടി അത്രയും പുളി എടുക്കണം കേട്ടോ. അത്യാവശ്യം നമ്മൾ പുളിങ്കറി എന്ന് പറഞ്ഞാൽ പുളിയാണല്ലോ വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം, ഒരുപാട് ഇതിലേക്കും വെള്ളം വേണ്ട കേട്ടോ. ഇത്തിരി ആ ഒരു പുളിക്ക് ഒപ്പം നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം മാത്രം. ഞാൻ അതുകൊണ്ടായിട്ട് അങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ ഇത്രയും പുളിങ്കറി ഉണ്ടാക്കാത്തവരുണ്ട് അറിയാം. മലപ്പുറത്തുള്ള പുളിങ്കറി ഉണ്ടാക്കാത്ത ഒരുപാട് പേരുണ്ട് എനിക്കറിയാം. അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ അത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം. അപ്പോൾ നമ്മളിതാ അതിലേക്ക് ഈ തേങ്ങ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. നിങ്ങൾ മഞ്ഞപ്പൊടി ഓവറാണോ എന്നൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. എന്താ പറയുക, ഫ്ലാഷിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെ നല്ല മഞ്ഞ തോന്നിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ചിക്കൻ ഇട്ട് കൊടുത്തപ്പോൾ എൻ്റെ മക്കളെ നല്ലൊരു സ്മെല്ലിങ്ങനെ വരാണ്ടായിരുന്നു.
അപ്പം തന്നെ ചിക്കൻ തിന്നാൻ തോന്നും. നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കണേ. ചിക്കൻ പൊരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. ചൂടോടെ കഴിക്കാനോ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാനിങ്ങനെ പൊരിക്കുന്ന സമയത്ത് പാത്രത്തിലിടുമ്പോൾ ഞാൻ ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് പണികളുണ്ടായിരുന്നു കേട്ടോ. ഓരോ പണികൾ ഇങ്ങനെ റെഡിയാക്കും, അടുത്ത പണിയെടുക്കും, അങ്ങനെ ഓരോന്ന് സെറ്റാക്കി വരികയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനും ഏകദേശം അവിടെ അടുപ്പത്ത് കിടന്നിങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇനി ഇതാ ഞാനിവിടെ കാണിക്കുന്ന ഒരുപാട് ക്ലീൻ ആക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളതൊന്നും നോക്കേണ്ട, പണിയൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കുള്ളൂ. പിന്നെ ഞാനിത് ചീരൻ്റെ ഇല ഉമ്മക്ക് ഇതാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. ഇനി അതിൽ നിന്ന് എടുത്തിട്ട്, കാരണം നല്ല ചെളി ഉണ്ടാവും അതിൽ. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചാൽ പിന്നെ നമ്മുടെ ചോറ് ഓൾറെഡി ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് കറിയും എന്താ പറയുക അതൊക്കെ ആവുന്ന മുൻപ് ചോറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബത്തക്ക എല്ലാവർക്കും അറിഞ്ഞ് വിചാരിക്കണേ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാൻ അറിയില്ല. നമ്മുടെ നാട്ടിൽ ബത്തക്ക എന്ന് പറയും കേട്ടോ. കുമ്മിട്ടി ബത്തക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഇത് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് വെച്ചാൽ നല്ല ചൂടൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഈ പണിൻ്റെ ഇടയിൽ അതും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഏകദേശം നമ്മുടെ എല്ലാം റെഡിയായി. കറിക്ക് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കടുക് അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. കടുക് അത്യാവശ്യം വേണം കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇട്ട് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് കറിയിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം കടുക് വേണം, ഞാൻ പറഞ്ഞില്ലേ പുളിയും കറിയിൽ കടുകും അത്യാവശ്യം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഞാനിതാ ബത്തക്ക വെള്ളമടിക്കാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ സ്ലൈസാക്കി വെട്ടി ചെറുതാക്കി സ്ലൈസാക്കുകയാണ് കേട്ടോ. അങ്ങനെ വെട്ടി എടുക്കുകയാണ്. ഞാനിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല, പാല് ചേർക്കുക, കസ്കസ് ഇടുക, പല രീതിക്കും നമ്മൾ ബത്തക്ക വെള്ളം അടിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യണത്. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കോരി കഴിക്കാൻ, സ്പൂൺ വെച്ച് ഇങ്ങനെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്. പിന്നെ ഈ ചൂടത്ത് ബത്തക്ക കുടിച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ. എൻ്റെ വീട്ടിൽ ചൂടായി കഴിഞ്ഞാൽ കൂടുതലും പിന്നെ തന്നെയാണ് കേട്ടോ വീട്ടിൽ ഉണ്ടാവാറ്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു കയ്യിലാണ്, വലിയ കയ്യിലൊന്നുമല്ല, ചെറിയൊരു കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ബത്തക്ക മധുരമാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. മധുരം വേണം കിട്ടാൻ മതി, ഇല്ലെങ്കിൽ കിട്ടില്ല, ചെറിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പൂണ്, പിന്നെ നിങ്ങൾ പാലൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നോർമലി നല്ലൊരു മധുരമാവും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇതാ സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാനൊരു ചട്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിൽ. പിന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ട്, കടുകല്ല കേട്ടോ, ഞാൻ കടുകിലല്ല ഉപ്പേരി ഉണ്ടാക്കുന്നത്, ചെറിയ ഉള്ളിയിലാണ് കേട്ടോ. അത് മൂത്ത് വന്നപ്പോൾ ഞാൻ നമ്മുടെ കാന്താരി മുളകില്ലേ, അതാണ്, പച്ചമുളകല്ല കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ ഈ ഇലയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചൂടോടെ കഴിക്കണം. ചൂടാറിയിട്ട് കഴിക്കാൻ എനിക്കിഷ്ടമല്ല. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക ഇലവർഗ്ഗങ്ങളിലെ ഉപ്പേരി ഉണ്ടാക്കി എല്ലാം കഴിക്കട്ടെ. അല്ലാത്ത എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. മുരിങ്ങയിലായാലും എന്താ പറയുക ചീരയിലായാലും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇത് പണിയെല്ലാം ഒതുക്കി എല്ലാം ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം ബത്തക്ക വെള്ളം കുടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. ആരെങ്കിലും ആദ്യമായിട്ട് കാണാൻ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, ലൈക്ക് അടിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോസ് ഇട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.